ഞാൻ എവിടേക്ക് പോണു ഇപ്പൊ നിങ്ങളോട് പറയണ എന്തിനാണ്? എന്തൊരു കഷ്ടാണ്, നിങ്ങളൊന്നും മുണ്ടാതിരിക്കുവോ? ഞാൻ എന്നോട് വെറുതെ ചോദിച്ചതാണ്. ചില തലി കൊത്തി പറിച്ചങ്ങാണ്ട് പോവാ. എവിടുക്കാച്ച് പോയിക്കോ. എന്നോടൊക്കെ ചോദിക്കാൻ വന്ന ഇന്ന വേണം തല്ലാനി. ആ ചോദിക്കണ്ട. ഞാനേ ഓഫീസില് സാറിന്റെ അടുത്തേക്കാണ്, കുറച്ച് പേപ്പേഴ്സ് ഒക്കെ ഒപ്പിടാണ്ട്. ആ ഞാൻ നേരത്തെ വരണ്ട് കേട്ടോ. ശമ്പളം കിട്ടിയോ ഈ മാസത്തെ? ഫോണില് പറഞ്ഞു കേട്ടിയാന്. ആ കിട്ടി. എന്താണ് അതിന്? ഞാനേ 10 പൈസ ഞാൻ തരൂല, അതിന് നിങ്ങൾ വരും വേണ്ട. എനിക്ക് എന്നും ഉണ്ടാവും ഇങ്ങനെ ഓരോന്ന്. ഇതെങ്ങനെയാണ് കൃത്യസമയത്ത് ഇന്റെ പാടയിൽ തന്നെ ജനിച്ചു? ചോദിക്കാൻ പറ്റൂ. ഇക്ക ശമ്പളം കിട്ടിയോ? ആ കിട്ടി. എന്തിയെ? അതിനൊക്കെ ഒരു 3000 ഉറുപ്പ്യ തരുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഞാൻ ഓൺലൈനിൽ നല്ലൊരു ഡ്രസ്സ് കണ്ടിരുന്നു, അപ്പൊ അത് വാങ്ങാനായിരുന്നു. ആ ഞാൻ തരട്ടോ, ഗൂഗിൾ പേക്ക് അയച്ചു തരട്ടോ. ആയിക്കോട്ടെ. ആ എന്താണ്? നമ്മുടെ കുട്ടിയെ ഒരു കാര്യം പറഞ്ഞ കേക്കോ? എടച്ചിക്ക് ആ പാത്രം ഒന്ന് മോറി തന്നാളാ. എന്റെ കൈമ മുറിയായിട്ടേ സോപ്പ് തട്ടാൻ വെച്ച ഒന്ന് കേക്കി തരുമോ? ആ സോപ്പിങ് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഞാനേ ആണാണ്, അല്ലാതെ പെണ്ണല്ല ട്ടാ. ഞാൻ ചെയ്യൂല. ഒരു കാര്യം പറഞ്ഞ കേക്കരുതിട്ടാ. പക്ഷെ എത്രയോ ആൾക്കാർക്ക് പെൺകുട്ടികളെ കൊടുക്കണം, ഇക്ക് മാത്രം ഈ കുടിമടിയനെ കേക്കി തന്നെ. ഞാൻ തന്നെ കേക്കിക്കൊണ്ട് നീ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടൻ പെണ്ണുങ്ങൾക്ക് കേക്കി കൊടുക്കണൊക്കെ ഒന്ന് കാണണം. ഞാൻ അപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ. അന്നെ കൊണ്ട് അതിന് പറ്റൂല, നിനക്ക് നന്നായിട്ട് അറിയാം. എന്താ ഞാനീ കാണുന്നത്? എന്റെ കുട്ടി പാത്രം മോറാനൊക്കെ പഠിച്ചിക്കണല്ലോ. ആ ഇക്ക പാത്രങ്ങളൊക്കെ കഴുകും, ഞാൻ ഫുഡ് ഉണ്ടാക്കും. ഇനിയിപ്പൊ എപ്പഴാ മുറ്റടിക്കണ്? അതൊക്കെ ഇക്കേ എല്ലാരും നീക്കണേന്റെ മുന്നേ മുറ്റടിച്ചു വാരിക്കണ്. ഇന്നത്തെ പാത്രം കഴുകാൻ നിന്നത്. ഇതൊക്കെ ഈ പാത്രം കൂടി കഴുകിട്ടോ. ക്ലാസ് അടക്കം കേൾക്കാത്ത ചെക്കനെ മാറിയൊരു മാറ്റം കണ്ടില്ലേ? ഇത് കേൾക്കിക്കോ, ഇതൊന്നും പറയണ്ട, വേഗം കഴുകിക്കോ. ശവത്തിന് കുത്തല്ലിമ്മ. നമുക്ക് അങ്ങനെ തന്നെ വേണടാ. ജയ് കല്യാണത്തിന് മുന്നേ ഇന്നെ കുറച്ചൊന്നും ഇട്ടിട്ട് പഠിപ്പിച്ചിക്കണല്ലോ. നന്നായോ ട്ടാ, വേഗം കഴുകിക്കോ. Isso.
സ്വിച്ച് ഓഫ് ആക്കിയേക്കും ചെയ്തിരിക്കും. ഇല്ലാത്തൊരു കഷ്ടമാണ് ചെക്കൻ്റെ കാര്യം. ഇങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്തമ്മ? അത് ഞാനേ ഓനക്ക് വിളിച്ചതാണ്. സാധനങ്ങളൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ ഓൻ ഫോൺ എടുക്കണില്ല. ഓൻ വല്ല തിരക്കിലെന്തില്ലെങ്കിലും ആവും. അതെ, എന്താ ഞാനൊന്ന് വിളിച്ചോക്കണം കേട്ടോ. ഹലോ ഇക്ക, നിങ്ങൾ എന്തെമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? പെരയിൽ ഒരു സാധനമില്ല, ഒക്കെ കഴിഞ്ഞിട്ട്. നിങ്ങൾ വരുമ്പോ കൊല്ലോ? ഞാൻ വരുമ്പോ കൊണ്ട വാട്സപ്പൊക്കെ ഞാൻ വാട്സപ്പിൽ വിടാം. എന്നാ ശരി. ശരി എന്നാ ഞാൻ പറഞ്ഞിക്കണമ്മ. ഇജ് വന്നോ? ഇജ് എന്തെത്ര നേരം വെക്കണത്? എവിടെ നീ നേരം വരെ? ആ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടുകാരന്മാരൊപ്പം പുറത്ത്. ഞാൻ ചോറ് അളപ്പി തരാം, അതൊക്കെ തിന്നിട്ട് കിടന്നോ? ചോറ് വേണ്ട, ഞാൻ തിന്നിക്കണം. അനക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു വാക്കൊക്കെ വിളിച്ച് പറഞ്ഞൂടെ? ഞാൻ രാവിലെ തുടങ്ങിയ വിളിയല്ലേ ഞാൻ അനക്ക്. ഒരു സാധനം ഈ പെരന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ കാക്കാന്റെ കടയിൽ പോയിട്ട് ഞാൻ കടം വാങ്ങിക്കാണ്. അനക്കൊന്നും അറിയണ്ട ഈ പെരന്റെ ഉള്ളത്തെ. അനക്കൊന്ന് വിളിച്ച് പറഞ്ഞോണ്ട് എനിക്ക് ചോറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ തിന്നിട്ട് കിടക്കൂലായിന്നാ. നിങ്ങൾ വല്ലാതെ വർത്താനം പറയണ്ട. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിന്ന് കിടന്നോളി. മോളെ, ഇജ്ജ് പോയി കിടന്നോ. ഇപ്പൊ തന്നെ ഒന്നും വരൂല. ഈ ചോറ് തിന്നോ. ഇക്ക വന്നിക്കണോ? എപ്പോ? ഓല് വന്നിട്ട് കൊറേ നേരമായി. ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അതിപ്പോ റൂമൊക്കെ എടുക്കണം. ഞാൻ നിങ്ങളോട് ചോറ് തിന്നാൻ വരാൻ വേണ്ടിട്ടാ വന്നത്. അപ്പൊ നിങ്ങള് പുറത്തേന്ന് അത് നിങ്ങൾ വരട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാ ഞാൻ ഓരോന്ന് കാണട്ടെട്ടാ. ഒരു റൂമിലുണ്ട്, നിങ്ങൾ ശരി. അല്ല, ഇതൊന്ന് നേരത്തെ വന്നിക്കണ. അനക്കൊന്ന് കൂട്ടുകാരന്മാരെ അടുത്തൊന്നും ഇരിക്കാണ്ടായില്ല? അമ്മ നേരത്തെ വരാനൊക്കെ അറിയാം. നേരത്തെ വന്നില്ലാന്നുണ്ടെങ്കിലേ റൂമിൽ ഞാൻ കേട്ടൂല പറഞ്ഞു. അമ്മയുടെ കുട്ടിക്ക് നേരത്തെ വരാനൊക്കെ അറിയാം. അപ്പല്ലേ ഓന്ത് നിറം മാറും. ഇങ്ങനെ അജ്ജടി നിറം മാറ്റല്ലേ അമ്മയുടെ കുട്ടിക്ക് സംഭവിച്ചിരിക്കണത്. എനിക്ക് സന്തോഷായുള്ളൂ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിനി നിന്റെ കുട്ടികളെ ഈ കാട്ടിക്കൂട്ടൽ ഇനി വന്ന പെണ്ണിന് എന്തേ കാരണം എന്നുള്ളത്. എനിക്കിപ്പൊ സന്തോഷായി. ഞാൻ സ്വഭാവത്തിലൊരു മാറ്റം വന്നല്ലോ. എന്നെ വലിയ ഹൈറാണ്. ഇനി നേരത്തെ കാലത്തൊക്കെ വരല്ലോ. ഇനിയിപ്പൊ ഉമ്മ വിളിക്കണ്ട, ഉമ്മ കാത്തിരിക്കൊന്നും വേണ്ടല്ലോ. ഉമ്മയുടെ കുട്ടി നേരത്തെ വരുമല്ലോ. അങ്ങനെ തന്നെ വേണം കേട്ടാ.